ഇന്ന് നല്ല ഒരു ശുശ്രൂഷയിലൂടെ നമുക്കും നല്ലൊരു ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയാനായിട്ട് ഈശോ എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞു, നമ്മൾ 10 ജപമാല വെച്ച് ചൊല്ലി വരുന്ന ജപമാല ശുശ്രൂഷയുടെ സമർപ്പണം. രണ്ടാമത്തേത്, നമ്മൾ വചനം പഠിക്കാൻ വേണ്ടിയിട്ട് വരണം. വചനം കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്നതും വചനം പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നതും രണ്ടും രണ്ടാണ്. ശരിയാണോ? ആണോ? അതെ. വചനം പഠിക്കാൻ വരുവാണെങ്കിൽ നമ്മളെങ്ങനെയാണ് പഠിക്കുന്നത്? സ്കൂളിൽ പിള്ളേർ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ അവരുടെ തോളയിലോട്ട് ഒരു ബാഗിനകത്ത് നിറച്ച് ബുക്കും പുസ്തകങ്ങളെല്ലാം എടുത്തിട്ട് അത് നിങ്ങൾക്ക് വഹിക്കാൻ മേലാത്ത പോലെ ഒരു ചുമടും കൊടുത്താണ് നമ്മൾ അവരെ സ്കൂളിലോട്ട് വിടുന്നത്. അത്രയ്ക്കും വേണ്ട. നമുക്കും ഇവിടെ പറഞ്ഞു തരുന്ന അച്ഛന്മാർ, മിക്ക ദിവസവും തന്നെ 2 അച്ഛന്മാരുടെ വചന സന്ദേശമുണ്ട്, എൻ്റെ ഉണ്ട്. അങ്ങനെ ഒത്തിരി വചനങ്ങൾ നമ്മളിങ്ങനെ കേട്ടിട്ടാണ് പോകും. നമ്മളൊക്കെ ഈ കേൾക്കുന്നത് പെട്ടെന്ന് എന്തു ചെയ്യും? മറന്നുപോകും. പക്ഷേ കേൾക്കുമ്പോഴേ അത് ശ്രദ്ധയോടെ ഒരു നോട്ട്ബുക്കിലൊന്ന് എഴുതിയെടുത്താലോ പഠിക്കാൻ എളുപ്പമല്ലേ? ആണോ? അതെ. അപ്പോൾ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യണം. അതൊന്ന് പറയാനായിട്ട് ഈശോ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒരു നോട്ട്ബുക്കും പേനയും ഒരു കുഞ്ഞു ബാഗിനകത്ത് വെച്ചോ ഒരു കുഞ്ഞു കൂടിനകത്തിട്ടോ ഇങ്ങോട്ട് കൊണ്ടുപോരുക. എന്നിട്ട് ആ വചനം ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നതോടം വരെ ആ വചനം ഒന്ന് പല പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയും അതിലൂടെ സന്ദേശം എന്താണെന്നൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി മാറ്റം വരും. വചനാഭിഷേകം കിട്ടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വലത്തേറെ ഉയർത്തിക്കുക. വചനാഭിഷേകം കിട്ടാൻ താല്പര്യമുള്ളവർ. ഓക്കെ. വചനാഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ? വചനം കാണാതെ പഠിക്കാനൊരു അഭിഷേകം, അതും ഒരു അഭിഷേകമാണ്. പിന്നെന്താണുള്ളത്? ഈ വചനത്തിൻ്റെ ഉള്ളിലെ രഹസ്യാത്മകത, ദൈവിക ജ്ഞാനം ഗ്രഹിക്കാനുള്ള കൃപയാണ് വചനാഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരേ വചനം തന്നെ എത്ര പേര് പ്രസംഗിച്ചാലും അതിനകത്തെ സന്ദേശം വ്യത്യസ്തമാണ്. ആണോ? അതെ. ഞാനൊരു വചനം എടുത്തു വെച്ചിരുന്ന് ധ്യാനിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വചന സന്ദേശമല്ല, അതിനകത്തെ സന്ദേശമല്ല നമ്മുടെ ഷോണച്ചനിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പം കിട്ടുന്നത്. ഷോണച്ചനിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പം കിട്ടുന്ന വചന സന്ദേശമല്ല നമ്മുടെ മാത്യുച്ചനിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവ് തരുന്ന വചനം കേൾക്കുമ്പോഴാണ് നമ്മൾ പറയല്ലേ, ഇന്നത്തെ വചനം എന്നെ തൊട്ടായിരുന്നു. ചിലപ്പോഴെങ്കിലുമൊക്കെ വചനം നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യർ തൊട്ടാൽ പോരാ, പിന്നെ ആര് തൊടണം? വചനം തൊടണം. അങ്ങനെ വചനം തൊടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ തോന്നുന്നത്. എങ്ങനെയുള്ള മാറ്റങ്ങളാണ്? ഇതാ പൗലോസ്ലീഹ പറയുകയാണ്, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4:19. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോട്ട്ബുക്ക് ഉണ്ടാകിയല്ലേ? ഓക്കെ. ഹല്ലേലൂയ. പിന്നെ രണ്ട് കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. മൂന്നാമതൊരു കാര്യം കൂടെ പറയാൻ ഈശോ പറഞ്ഞു. നിങ്ങൾ ഈ 10 കൊന്തയില്ലി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ 10 കൊന്തയുണ്ട്. ആ കൂട്ടത്തിൽ ഒത്തിരി മാലാഖമാരും ചേർത്ത് പിടിച്ചാണ് വരുന്നത് അല്ലേ? ആ കൂട്ടത്തിൽ ഒരു 3 ആത്മാക്കളെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാനാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്രയാ? 3. ഇനി 30 കർത്താവ് പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയല്ല. എന്നോട് പറഞ്ഞത് 3 പേരെയും കൂട്ടിക്കൊണ്ടുവരാനാണ് പറഞ്ഞത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം 3 കാര്യങ്ങൾ അതൊക്കെയാ. 10 ജപമാല ചൊല്ലി ഒരുങ്ങി വരിക. 2 വചനം പഠിക്കാൻ വേണ്ടിയിട്ട് വരിക. കേൾക്കാൻ വേണ്ടിയിട്ടല്ല, പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട ആയുധങ്ങളൊക്കെ എടുത്ത് വരിക. കപ്പ നടാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ബുക്കും പേനയും കൊണ്ടാണോ പോണേ? അല്ല, തൂമ്പയും കൊണ്ട് പോകും. വിറക് കീറാനാ പോകുന്നെങ്കിൽ എന്ത് ചെയ്യും? കോടാലിയും കൊണ്ട് പോകും. റബ്ബർ വെട്ടാനാ പോകുന്നെങ്കിൽ കോടാലിയും കൊണ്ട് പോകുമോ? ഇല്ല. ചിലർ പോകുമായിരിക്കും, അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ മാത്യുച്ചനും കൂടെ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ എന്നെ ഒരു സ്ഥലം കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് മുഴുവൻ റബ്ബർ തോട്ടമായിരുന്നു. ഇത് മുഴുവൻ അവർ അതിൻ്റെ പാലെടുത്തത് കല്ലുകൊണ്ടിടിച്ചാന്ന് പറഞ്ഞു. റബ്ബറേൽ കല്ലുകൊണ്ടിടിച്ച് അല്ലേ? നിങ്ങൾക്കറിയായിരിക്കും അത്. കല്ലുകൊണ്ടിടിച്ച് അവരതിൻ്റെ പാലെല്ലാം ഊറ്റിയെടുത്തു. അപ്പം നമുക്ക് പലതരത്തിൽ റബ്ബർ പാൽ കിട്ടിയാൽ പോരെ?
അല്ലേ? റബ്ബർ കത്തി വേണമെന്നൊന്നുമില്ലല്ലോ, റബ്ബർ പാല് കിട്ടിയാൽ പോലെ. അപ്പം അങ്ങനെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ആയുധം കൊണ്ടുവരിക. അതാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ വരുന്നത് കപ്പ നടാനല്ല, റബ്ബർ വെട്ടാനല്ല, വിറക് കീറാനല്ല, പിന്നെ എന്തിനാണ് വരുന്നത്? വചനം പഠിക്കാനാണ്. അപ്പം അതിൻ്റെ ആയുധം കയ്യിലില്ലാത്തെന്നുള്ളത് സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ കണ്ടു. അതുകൊണ്ടാണ് സിസ്റ്ററിനോട് പറഞ്ഞത് അത് നിങ്ങളോട് പറയാൻ. വലത്തേറുമീർത്തി ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വചനം എഴുതി അത് കൃത്യമായിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും വചന അഭിഷേകമുള്ളവരായി മാറും. വചന അഭിഷേകമുള്ളവരായി മാറിയാൽ പിന്നെ വേറെ ഒരു സംഭവം ഉണ്ടാകും. എന്താണ് ആ സംഭവം? ആർക്കെങ്കിലും പറയാവോ? പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ കുഞ്ഞു മക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. എന്താണ് ഈ വചനത്തിൻ്റെ സന്ദേശം? ഒന്നോടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. വലത്തേറെ ഉയർത്തി പറഞ്ഞു നോക്കി. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞേ. ഓക്കെ, ഒന്നോടെ പറയാനുണ്ട്, പറഞ്ഞു. പൗലോസ്ലീഹ പറയുകയാണ്, പൗലോസ്ലീഹ ഇങ്ങനെ വചനമൊക്കെ പ്രസംഗിച്ച് ദൈവത്തിൻ്റെ ഒരു കൂട്ടായ്മ, ഈശോയുടെ ഒരു കൂട്ടായ്മ, വചന ശുശ്രൂഷകരുടെ ഒരു കൂട്ടായ്മ പോയ സ്ഥലങ്ങളിലെല്ലാം രൂപപ്പെടുത്തിയാണ് പോകുന്നത്, അല്ലേ? പല സ്ഥലങ്ങളിലും ഈ ഈശോയുടെ വചനം പങ്കുവെച്ച് കൊടുത്ത് അവിടെ ഒരു കൂട്ടായ്മ ഒരുക്കി ഇങ്ങനെ പോകുമ്പോൾ ആ കൂട്ടായ്മ വീണ്ടും സന്ദർശിക്കാൻ ചെല്ലും. അപ്പം നമ്മളിവിടെ എല്ലാ ബുധനാഴ്ചയും വീണ്ടും വീണ്ടും വരുന്നത് പോലെ പൗലോസ്ലീഹ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം കൂട്ടായ്മയും വീണ്ടും ഉണർത്താൻ വേണ്ടിയിട്ട് പൗലോസ്ലീഹ ചെല്ലും. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, എന്തിനാ ചെന്നെന്നാണ് പറഞ്ഞേ? എൻ്റെ കുഞ്ഞു മക്കളെ, എന്തിനാണ് ഈ വചനം പ്രഘോഷിക്കപ്പെടുന്നതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഒറ്റ സെൻറ്റൻസാണത്: ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടണം. ഹല്ലേലൂയ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരിൽ ക്രിസ്തു രൂപപ്പെടില്ല. അത് സാത്താൻ കൊണ്ടുപോകും ആ വചനം. വചനം പഠിക്കുന്നവരിലാണ് ക്രിസ്തു രൂപപ്പെടുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഉണ്ടോ? എൻ്റെ കുഞ്ഞു മക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടണം. എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, ഞാൻ നിങ്ങളോട് വചനം പറയുന്നത്, ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പറയുന്നത്? നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ത്യാഗങ്ങൾ മുഴുവൻ, പൗലോസ്ലീഹ എന്തനുഭവിക്കുന്നതാണ് പറയുന്നത്? ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് പറയപ്പെടുന്ന വചനമെല്ലാം സാത്താൻ കൊണ്ടുപോയാൽ ക്രിസ്തു രൂപപ്പെടുകയില്ല. വചനമാണ് ക്രിസ്തു, അല്ലേ? ആണോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അത് അച്ഛൻ മാത്യുച്ഛൻ എടുത്തൊരു ക്ലാസ് ആദ്യത്തെ ദിവസം, അല്ലേ? എടുത്തില്ലായിരുന്നോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനത്തെ അവഗണിക്കുന്നവർക്ക് ക്രിസ്തു തന്നിൽ രൂപപ്പെടുന്ന അനുഭവം ഉണ്ടാകുകയില്ല. വചനത്തെ സ്വീകരിക്കുന്നവർക്ക് ക്രിസ്തു തന്നിൽ രൂപപ്പെടുന്ന അനുഭവം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ക്രിസ്തു നമ്മളെ രൂപപ്പെടാൻ വേണ്ടി നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കുന്നുണ്ട്, കുറച്ച് ത്യാഗങ്ങൾ എടുക്കുന്നുണ്ട്, കുറച്ച് സഹനങ്ങൾ എടുക്കുന്നുണ്ട്. ഇത് നോക്കിയേ, കുറേ പേരൊക്കെ പോയി, ഭൗതികമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയി, റബ്ബർ വെട്ടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയി. എന്നാൽ ഇത്രയും പേര് നിങ്ങൾ ഒന്നിനും പോകാതെ ഒരു വില കൊടുക്കുകയാണ്. എന്തിന് വില കൊടുക്കുന്നു? ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വില കൊടുക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് വില കൊടുക്കുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്തേ എന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റ് ക്രിസ്തുവായി മാറുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മനോഭാവങ്ങൾ മാറും, എല്ലാ തരത്തിലും നമ്മളിൽ മാറ്റങ്ങൾ വരിക. ഇനി നമുക്ക് നോക്കാം, ക്രിസ്തു ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം ആരിലാണ് ആദ്യം രൂപപ്പെട്ടത്? ഈ വചനം ആരിലാണ് ആദ്യം രൂപപ്പെട്ടത്? പരിശുദ്ധ അമ്മയിലാണ്. പരിശുദ്ധ അമ്മയിലാണ് നമ്മൾ കാണുന്നത്. ഈ വചനമാണ് പരിശുദ്ധ അമ്മ കേൾക്കുന്നത്. ഈ വചനമാണ് പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധ അമ്മ കേട്ട വചനത്തെക്കുറിച്ച്, ഈ രക്ഷകന്റെ പിറവിയെക്കുറിച്ച് കേട്ട സന്ദേശത്തിന് പറയുന്നതാണ് മംഗളവാർത്ത. എന്ത് വാർത്തയാ? മംഗളവാർത്ത. ശരിക്കും അതിനെ പരിശുദ്ധ അമ്മയ്ക്ക്
ആ വാർത്തയെ ഒരു മംഗളവാർത്തയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കി. ഒരു കൊച്ചു പെൺകുട്ടി അല്ലേ, ദേവാലയത്തിൻ്റെ പരിശുദ്ധിയിൽ വളർന്നു വന്ന മിടുക്കിയായ ഒരു പെൺകുട്ടി. അവൾക്ക് അവളുടേതായ സ്വപ്നങ്ങൾ, പ്ലാനുകൾ, പദ്ധതികൾ, ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കണക്കുകൂട്ടലുകൾ. ഇതിൻ്റെ എല്ലാം ഇടയിലാണ് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് പറയുന്നത്. സംഭവിച്ചാൽ അന്നത്തെ നിയമം അനുസരിച്ച് ആ വ്യക്തിയെ കല്ലെറിഞ്ഞ് കൊല്ലണം. അത്രമാത്രം ഒരു കഠിന ശിക്ഷ അർഹിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നുവെന്ന് ദൂതൻ വെളിപ്പെടുത്തുന്നത്. ലോകത്തിലേക്ക് നോക്കുമ്പോൾ, ലോകത്തെ മുഴുവൻ നോക്കുമ്പോൾ ഇതൊരു മംഗളവാർത്തയാണ്. പക്ഷേ ലോകത്തിന് മുഴുവൻ രക്ഷയുടെ മംഗളവാർത്ത എന്ന് പറയുന്ന ആ സന്ദേശം അത് സ്വീകരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു മംഗളവാർത്ത ആയിരുന്നോ? എന്തുകൊണ്ടായി, അല്ലെ എന്തുകൊണ്ടാകുന്നില്ല? ആയത് മറ്റൊന്നും കൊണ്ടുമല്ല. എന്താണ് അതിൻ്റെ കാരണം? അമ്മ ഈ വാർത്തയെ സ്വീകരിച്ചത് മാനുഷികമായ കാഴ്ചപ്പാടോടുകൂടിയല്ല, മാനസികമായ കണക്കൂട്ടലുകളോടുകൂടിയല്ല, സ്വർഗത്തെക്കുറിച്ചുള്ള, സ്വർഗത്തിൽ നിന്നുള്ള ഒരു സന്ദേശമായിട്ടാണ് മറിയം ഇതിനെ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വേദനാകരമായ പരിശുദ്ധ അമ്മയുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇത് കടന്നു വരുമ്പോൾ ഈ വചനത്തിന്, ഈ സന്ദേശത്തിന് ഒരുപാട് വില കൊടുക്കാനുണ്ട്, ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. പക്ഷേ അമ്മ പതറിയില്ല. അമ്മ എന്തു പറഞ്ഞു? ആ വചനത്തിന് മുൻപിൽ, ആ സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലിന് മുൻപിൽ അമ്മ പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. എന്താ മറുപടി കൊടുത്തത്? ഞാൻ നോക്കട്ടെ കേട്ടോ, ഒന്ന് ആലോചിച്ചിട്ട് പറയാം കേട്ടോ, പിന്നെ ആകട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ പല കാര്യങ്ങളും മാറ്റിവെക്കുന്ന പോലെ, ആലോചിക്കുന്നത് പോലെ, പലരോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്ന പോലെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടോ ആലോചിച്ചിട്ടോ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടോ ചിന്തിച്ചിട്ടോ ഒന്നുമല്ല ഈ സ്വർഗത്തിൻ്റെ ഈ വിളിക്ക്, ഈ ഇടപെടലിന് മറിയം ഉത്തരം കൊടുക്കുന്നത്. എങ്ങനെ ഉത്തരം കൊടുത്തത്? ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വാർത്തകൾ, ദൈവത്തിൻ്റെ അറിയിപ്പുകൾ, ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളുടെ രഹസ്യാത്മകതയൊക്കെ നമുക്കും ദൈവം തരുന്നുണ്ട്, നമുക്ക് തരുന്നുണ്ട്. പക്ഷേ നമ്മളതിനെ സ്വീകരിക്കുന്നത് വേദനാകരമായ ലോകത്തിൻ്റെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുൻപിൽ, സമൂഹത്തിൻ്റെ മുൻപിലൊക്കെ അപമാനിതരാകാനോ വേദനകൾ സഹിക്കാനോ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഏറ്റെടുക്കേണ്ടി വരുന്നതോ ഒക്കെ ആയ സന്ദേശങ്ങളെ നമ്മളൊന്ന് മെല്ലെ പെൻഡിങ് വെക്കും, അല്ലേ, ആലോചനയ്ക്ക് വെക്കും, പിന്നീട് പറയാമെന്ന് പറയും. അങ്ങനെയൊക്കെയാണ് നമ്മളതിനെ സ്വീകരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയെ പോലെ ഏത് വാർത്തയും, ഒത്തിരി വാർത്തകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. പലതരത്തിലുള്ള വാർത്തകൾ. ഒട്ടുമുക്കാലും നമ്മൾ കേൾക്കുന്ന, നമ്മളിലേക്ക് വരുന്ന വാർത്തകളൊക്കെ എന്താണ്? പലപ്പോഴും വേദനാകരമായ വാർത്തകളാണ്, സങ്കടകരമായ വാർത്തകളാണ്. അപ്പം നമ്മളൊന്ന് പതറിപ്പോവും, ഒന്ന് അസ്വസ്ഥപ്പെടും. അയ്യോ അങ്ങനെ സംഭവിച്ചോ, അയ്യോ ഇങ്ങനെ സംഭവിച്ചോ, അതെന്താ അങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെയൊക്കെ ഓർത്ത് നമ്മൾ പെട്ടെന്നൊന്ന് പതറും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗത്തിലേക്ക് കാതോർത്തിരിക്കുന്നവർക്ക്, സ്വർഗത്തിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നവർക്ക് ഇങ്ങനൊരു പതർച്ച ഉണ്ടാകുകയില്ല, എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അവിടെ ഇല്ല. ആ ചോദ്യത്തിന് മറുപടി എപ്പോഴും ഉള്ളിലുണ്ട്. ഇതെല്ലാം എവിടെ നിന്ന് വരുന്നതാ? ഉന്നതത്തിൽ നിന്ന് വരുന്നതാ. ഇതെല്ലാം ആരുടെ പ്ലാനാ? ദൈവത്തിൻ്റെ പ്ലാനാ, ദൈവത്തിൻ്റെ പദ്ധതിയാ. ഇത് ഞാൻ സ്വീകരിക്കണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് എത്ര വേദനാകരമായ വാർത്തകളാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞാൻ കേൾക്കുന്നതെങ്കിലും അനുഭവിക്കുന്നെങ്കിലും ഞാൻ അതിൻ്റെ മുൻപിൽ, ആ സങ്കടങ്ങളുടെ മുൻപിൽ, വേദനകളുടെ മുൻപിൽ പരിശുദ്ധ അമ്മയെപ്പോലെ അമ്മയോട് ചേർന്ന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അതങ്ങ് ഉൾക്കൊള്ളുമ്പോഴാണ് എന്നിൽ ഈശോ രൂപപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോഴാണ് അതെനിക്ക് മംഗളവാർത്തയായി മാറുന്നത്.
ഹല്ലേലൂയ. ഇപ്പം 2 കാര്യം സിസ്റ്റർ എടുത്ത് പറഞ്ഞു. നിങ്ങളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. യേശു എന്നിൽ രൂപപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? 1, വചനമാണ് യേശു. ഈ വചനത്തെ വേണ്ട രീതിയിൽ സ്വീകരിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം. 2, ഞാൻ ഈ വചനം എനിക്ക് പലതരത്തിലാണ് കിട്ടുന്നത്. പല സംഭവങ്ങളിലൂടെ, ദുഃഖകരമായ വാർത്തകളായിട്ട്, വേദനാകരമായ വാർത്തകളായിട്ട്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട്, സംഭവിക്കാൻ പോകുന്നതായിട്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്. ചിലപ്പോൾ അത് പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം, പ്രിയപ്പെട്ടവരുടെ ആപത്തുകളാകാം, അപകടങ്ങളാകാം, വലിയ സാമ്പത്തിക നഷ്ടങ്ങളാകാം, രോഗാവസ്ഥയാകാം. ഇങ്ങനെയുള്ള വാർത്തകൾ, ഈ വാർത്തകളെ നമ്മൾ മംഗളവാർത്തയായി സ്വീകരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ആര് രൂപപ്പെടുമെന്നാണ് പറഞ്ഞത്? ഈശോ രൂപപ്പെടും. ഈശോ രൂപപ്പെടും. ആമേൻ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇത് പറ്റുമോ? ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ക്രിസ്തുവിനെ തങ്ങളുടെ ഹൃദയത്തിൽ രൂപപ്പെടുത്താൻ പറ്റുമോ? പറ്റിയല്ല. അതൊരു കൃപയാണ്, അത് ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. വചനം പറയുന്നു, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 29-ാമത്തെ തിരുവചനം. നിങ്ങൾ ആരൊക്കെ എഴുതുന്നുണ്ട്? ഞാൻ 2 പ്രാവശ്യം പറയാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:29 പറയുകയാണ്, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകാൻ വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നതും നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നതും ഒക്കെ ആരുടെ മുൻകൂട്ടിയുള്ള നിശ്ചയമാണ്? പിതാവായ ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ഇതെല്ലാവർക്കും പറ്റിയല്ല. നമ്മൾ പലപ്പോഴും ഓർക്കില്ല, എന്ത് എല്ലാവരും ഇതൊന്നും സ്വീകരിക്കാത്തത്, എന്താ എല്ലാവർക്കും ഇതൊന്നും വേണ്ടാത്തത്? ഇത് ദൈവം വിളിക്കണം. ദൈവത്തിലേക്ക് ദൈവമാണ് നമ്മളെ വിളിക്കുന്നത്. അതും മാമോദീസായിലൂടെ ദൈവം നമ്മളെ വിളിക്കുക. ആ വിളി സ്വീകരിച്ചത് കൊണ്ടാണ് നമുക്കിവിടെ ആയിരിക്കാൻ, ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുന്നത്. വചനം പറയുന്നു, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ. ആരെയാണ് മുൻകൂട്ടി അറിഞ്ഞത്? നമ്മളെ ഓരോരുത്തരെയാണ്. തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകാൻ വേണ്ടി മുൻകൂട്ടി അവിടുന്ന് നിശ്ചയിച്ചു വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് എന്തിനു വേണ്ടിയാണ്? ഇത് തൻ്റെ പുത്രൻ അനേക സഹോദരൻ ആദിജാതനാകുന്നതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. പലത്തരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഉറക്കം പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 13-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ആമേൻ. ഉറക്കെ പറഞ്ഞേ ആമേൻ. എന്ത് പരിശോധിക്കാനാ പറയുന്നത്? വിശ്വാസമില്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വചനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ സ്വീകരിക്കുന്ന ശുശ്രൂഷകൾക്കോ ഒന്നും ഒരർത്ഥവുമില്ല. അപ്പോൾ വചനം പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? വ്യതിചലിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ഉണ്ടായ ദുഃഖകരമായ അനുഭവങ്ങളെ മംഗളവാർത്തയായി സ്വീകരിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്? നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസമാണ്. പലരും പറയും, ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. ഇത്രയെല്ലാം പ്രാർത്ഥിച്ച് ദൈവത്തോടൊത്ത് ജീവിച്ചിട്ട് ഒരനുഗ്രഹം കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോകാത്തത്, പ്രാർത്ഥിക്കാത്തതെന്നൊക്കെ പറയും. അപ്പോൾ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകണം. ആമേൻ. വലത്തേരം ഉയർത്തിയ വചനമെന്ന് പറയാവോ? പരാജയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വചനം നമ്മളെ തൊട്ടില്ലേ? തൊട്ടോ? തൊട്ടില്ലേ? തൊട്ടു. ഓക്കെ. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ പറയാണ്, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി. പൗലോസ്ലീഹയിൽ ക്രിസ്തു രൂപപ്പെടുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി. അപ്പം ഞാനും ചോദിക്കുകയാണ്, നമ്മളിൽ ക്രിസ്തു രൂപപ്പെടണം എന്നുള്ള വലിയ ഒരു സത്യം നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് വേറൊരു വലിയ ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിക്കുക. എന്താണത്? മറ്റുള്ളവരിലും ക്രിസ്തുവിനെ
രൂപപ്പെടുത്തണം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിത പങ്കാളിയിൽ, മക്കളിൽ, നമ്മളുമായിട്ട് കണ്ടുമുട്ടുന്നവരിൽ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ശുശ്രൂഷയൊക്കെ നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സിസ്റ്റേഴ്സും, ധാരാളം നല്ല ആത്മായ ശുശ്രൂഷകരെല്ലാം ഈ ദിവസങ്ങളെല്ലാം മാറ്റിവെച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ഇങ്ങനെ ഒരു ശുശ്രൂഷ നമുക്ക് വേണ്ടി നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്നിൽ മാത്രം ക്രിസ്തു രൂപപ്പെട്ടാൽ പോരാ, മറ്റുള്ളവരിലും ക്രിസ്തു രൂപപ്പെടണം. അപ്പം നമ്മൾ ഒരു ചോദ്യം ചോദിക്കുക, ക്രിസ്തു മറ്റുള്ളവരിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? ഉത്തരം ഈശോയോട് പറയണം. ഞാൻ എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ. അതിനാണ് ഈശോ പറഞ്ഞത്, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വേറെ 3 പേരെയും കൂടെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരിലും ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. പിന്നെ നമ്മൾ അവസരോചിതമായിട്ട് മറ്റുള്ളവരോട് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയണം. നമ്മുടെ ബോധ്യങ്ങളൊക്കെ നമ്മൾ പങ്കിടണം. നമ്മുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ പങ്കിടണം. പിന്നെ ചെറിയ ത്യാഗങ്ങളൊക്കെ ഏറ്റെടുക്കണം. പൗലോസ്ലീഹ പറഞ്ഞു ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മറ്റൊരാളിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി, വേറൊരു വ്യക്തി ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി സഹനങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ത്യാഗങ്ങൾ, നോമ്പ്, പ്രാർത്ഥന, പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ത്യാഗങ്ങൾ, കാരുണ്യ പ്രവൃത്തികൾ, ഇതെല്ലാം നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ അതുവഴിയാണ് നമുക്കത് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് സാധിക്കുന്നത്. പൗലോസ്ലീഹ പറയുകയാണ്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:9 ഫിലിപ്പിയരുടെ ലേഖനം 3:9 പറയുകയാണ്, ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. ഹല്ലേലൂയ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കിയുള്ള ദൈവത്തിൽ നിന്നുള്ള നീതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്, ഇതൊന്നും ഒരു നഷ്ടക്കച്ചവടമല്ല. നമ്മളിന്ന് ഭൗതികമായ പല കാര്യങ്ങൾക്കും വേണ്ടി മാറി നിൽക്കാതെ ദൈവത്തോടൊത്തൊരു ദിവസം മാറി നിൽക്കുമ്പോൾ, ഇത് ക്രിസ്തു നമ്മിൽ രൂപപ്പെടാനുള്ളൊരു ശുശ്രൂഷയായി നമ്മൾ സ്വീകരിക്കുമ്പോൾ പൗലോസ്ലീഹ നമ്മോട് പറയുകയാണ്, എന്താ പറയുന്നത്? ഇത് ക്രിസ്തുവിനെ നേടുന്നതിന് കാരണമാകും, അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിന് കാരണമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുകൂടെ പൗലോസ്ലീഹ നമ്മളിവിടെ ഓർമ്മിപ്പിക്കുക. വലത്തുകരം ഉയർത്തി ആമേൻ. ഒന്ന് കരങ്ങളൊന്ന് വീശിക്കൊണ്ട് ആമേൻ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. വീണ്ടും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:8 നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം. ആരെക്കുറിച്ചുള്ള ജ്ഞാനമാ? ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. ഹല്ലേലൂയ. വലത്തുകരം ഒന്ന് നെഞ്ചലോട്ട് ചേർത്ത് വെച്ച് പൗലോസ്ലീഹയുടെ ഈ സെന്റൻസ്, ഈ വചനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന് നോക്കി. ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ, ഈ ലോകത്തിൻ്റെ ജ്ഞാനം പോലെയല്ല, കൂടുതൽ വിലയുള്ളതാണ്. അതുകൊണ്ട് സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. വലത്തുകരം ഉയർത്തി ആമേൻ, ഹല്ലേലൂയ. ഉണ്ടോ? ഈ തിരുവചനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ക്രിസ്തു നമ്മിൽ രൂപപ്പെടുക എന്ന് പറയുന്ന വലിയ സംഭവം എങ്ങനെ സംഭവിക്കുകയുള്ളൂ? ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളെയും ഉച്ഛിഷ്ടം പോലെ നമ്മൾ തള്ളിക്കളയണം, വേണ്ട എന്ന് വെക്കണം. മതി, വേണ്ട. നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പം, ഒരു സദ്യ ഇരുന്ന് ഉണ്ണുവാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വിളമ്പുന്ന വിഭവങ്ങൾ എന്താണ് വിളമ്പുന്നതെന്ന് നോക്കിയിട്ട് ചിലതൊക്കെ വരുമ്പം നമ്മൾ എന്ത് പറയും? വേണ്ട, വേണ്ട, വേണ്ട. ചിലതൊക്കെ വരുമ്പം നമ്മൾ പറയും, ഇച്ചിരി ഇട്ടോ, ഇച്ചിരി ഇട്ടോ, അല്ലേ, കുഴപ്പമില്ല, ഇച്ചിരി ഇട്ടാലും കുഴപ്പമില്ല. ഇതുപോലെ പൗലോസ്ലീഹ പറയുകയാണ്, ചിലതൊക്കെ നമ്മൾ വേണ്ട എന്ന് വെക്കാതെ, ചിലതൊക്കെ ഉച്ഛിഷ്ടം പോലെ കരുതാതെ, മതി എന്ന് പറയാതെ, വേണ്ട എന്ന് പറയാതെ, ചിലതൊക്കെ വേണമെന്ന് പറയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയല്ല? ക്രിസ്തുവിനെ നമ്മിൽ രൂപപ്പെടുത്താനായിട്ട് പറ്റിയല്ല. വലത്തുകരം ഉയർത്തി ആമേൻ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ക്രിസ്തു നമ്മൾ രൂപപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താ? അതായത് യേശു ക്രിസ്തു നമ്മൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത രീതിയും മനോഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും ജീവിത ശൈലിയും സംസാര രീതിയും കാഴ്ചപ്പാടുകളും എല്ലാം മാറും. ആമേൻ. വലത്തേറുമീർത്തി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഒരു വ്യത്യസ്തനായിരിക്കും. എല്ലാവരിൽ നിന്നും വ്യത്യസ്തയായ ഒരു വ്യക്തിയായിരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്തിൻ്റെ അടയാളമാണ്? എനിക്കെന്തുകൊണ്ടാണ് അവർ പറയുന്ന പോലെ പറയാൻ പറ്റാത്തത്? അല്ലേ? എല്ലാവരും എന്നോട് ഞാൻ പറഞ്ഞല്ലോ, എനിക്കല്ലോ എന്നോട് ചേച്ചി പറഞ്ഞാ എനിക്ക് 150 ഭാഷ തെറി പറയാൻ അറിയാമെന്ന് പറഞ്ഞു. അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് എനിക്കത് പറ്റാത്തത്? എനിക്കറിയത്തില്ല എനിക്കത് പറ്റാത്ത എന്താ. അപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റില്ല. ചിലർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ പറ്റും. അവർ ഡിഗ്രി എടുത്തിരിക്കുന്നത് അല്ലേ, നമ്മൾ ബൈബിളിലാണ് ഡിഗ്രി എടുത്തിരിക്കുന്നെങ്കിൽ അവർ ഡിഗ്രി എടുക്കുന്നത് വേറെ പല കാര്യങ്ങളിലുമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത രീതിക്ക് മാറ്റങ്ങൾ സംഭവിക്കും, നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും, നമ്മുടെ മൂല്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. എനിക്ക് ജീവിതത്തിന് ചില മൂല്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് അവരും ഇവരും പറയുന്ന പോലെ പറയാനും സംസാരിക്കാനും പറ്റിയല്ല. ശരിയാണോ? ആണോ? അതെ. പലരും ശരിയെന്ന് പറയുന്നതിനെ എനിക്കത് ശരിയായിട്ട് കാണാൻ പറ്റത്തില്ല. പലരും കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നതിനെ എനിക്ക് കുഴപ്പമുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്താണ്? ക്രിസ്തു എന്നിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ മൂല്യങ്ങൾ മാറി, എൻ്റെ ജീവിത ശൈലി മാറി. എനിക്കത് കേൾക്കാൻ പറ്റില്ല, എനിക്ക് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, എനിക്കിങ്ങനെ ഫോണിൻ്റെ അടിമയായിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് സീരിയലിൻ്റെ മുൻപിൽ മണിക്കൂറുകളിരിക്കാൻ സമയമില്ല. കാരണം എനിക്ക് വചനം പഠിക്കാനുണ്ട്, ഇനിയും എനിക്ക് കൊന്തയില് തീരാനുണ്ട്. എൻ്റെ സമയത്തെ വിലപ്പെട്ടതായിട്ട് ഞാൻ കാണുകയാണ്. എൻ്റെ ജീവിതത്തിന് വിലയുള്ളതായിട്ട് എനിക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ എൻ്റെ ജീവിത ശൈലി, സംസാര രീതി, കാഴ്ചപ്പാടുകൾ ഇവിടെ എല്ലാം മാറ്റം വരും. ഇനി കണ്ണടച്ച് ഈശോയ്ക്ക് മാത്രം കാണാൻ ഞാനും കണ്ണടച്ചേക്കാം. ഇങ്ങനെയൊരു മാറ്റത്തിലൂടെ ഞാൻ കടന്നു പോകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് തോന്നുന്നവർ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കരങ്ങളുയർത്തി ഈശോയെ ഒന്ന് കാണിച്ച്. ഇനി നിങ്ങളും കണ്ണു തുറന്ന് നോക്കിക്കൊണ്ട് എന്തേലും പേരാ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേക്കുന്നത്. ഹല്ലേലൂയ. ഇതാണ് നമ്മൾക്ക് അഭിമാനിക്കാനുള്ളത്. വെറുതെ വന്നു പോകുമല്ല. പിന്നെയോ ഇതെൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുണ്ട്. പറഞ്ഞേ, ഇതെൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുണ്ട്, ഇതെൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. ഇനി മറ്റു ചില അടയാളങ്ങളും കൂടെ ഉണ്ട്. ക്രിസ്തു നമ്മളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മറ്റു ചില അടയാളങ്ങളാണ് അഹങ്കാരത്തിൽ നിന്ന് എളിമയിലേക്ക്. അഹങ്കാരത്തിൽ നിന്ന് എളിമയിലേക്ക്. പണ്ട് ഈശോയെ അറിയുന്നതിന് മുൻപ് നമ്മളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചെന്ത് പറയുമായിരുന്നു? 9 പറയുമായിരുന്നു അല്ലേ? 9 ആണോ 90 ആണോ എത്രയാ? 9 പറയുമായിരുന്നു. ഇപ്പോഴോ മിണ്ടാതെ കുരിശ് വരച്ചേച്ച് പോകും. നമ്മളൊന്ന് എളിമപ്പെടും. പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല എന്ന് മനസ്സിലൊന്ന് പറഞ്ഞേച്ചിട്ട്, തിരിച്ച് പറയേണ്ടത് എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല എന്നൊന്ന് ചിന്തിച്ചേച്ച് നമ്മൾ നിശബ്ദത പാലിക്കും. അത് എളിമപ്പെടുകയാണ്. അപ്പം അഹങ്കാരത്തിൽ നിന്ന് എളിമയിലേക്ക്, സ്വാർത്ഥതയിൽ നിന്ന് ശൂന്യവൽക്കരണത്തിലേക്ക്. പണ്ട് എനിക്ക് എൻ്റെ സുഖം മാത്രമായിരുന്നു. എനിക്ക് തിന്നണം, കുടിക്കണം, സമയത്ത് ഉറങ്ങണം, എൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആകണം. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഭാര്യ ഉണ്ടാലും കുഴപ്പമില്ല, ഉറങ്ങിയാലും കുഴപ്പമില്ല, അത് വിശ്രമിച്ചാലും കുഴപ്പമില്ല, വിശ്രമിച്ചില്ലേലും കുഴപ്പമില്ല. ഒരിക്കൽ പോലും ഞാൻ ചോദിച്ചിട്ടില്ല, എടി നീ വല്ല ഭക്ഷണവും കഴിച്ചോ എന്ന്. പക്ഷേ ഇപ്പം ഞാൻ ഭക്ഷണത്തിൽ കൈയിടുന്നതിന് മുമ്പ്, പാത്രത്തിൽ കൈയിടുന്നതിന് മുമ്പ് അവളുടെ മുഖത്തോട്ട് നോക്കി വെച്ച് ചോദിക്കും. എന്താ ചോദിക്കുന്നത്? ഇതൊക്കെ ഉണ്ടാക്കി വിളമ്പിയതേ നീ വല്ലതും കഴിച്ചോ? അത് എന്നിൽ വന്ന മാറ്റമാണ്. ശരിയല്ലേ? അങ്ങനെ വല്ല അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. നിങ്ങളെ രക്ഷിക്കുന്നതാണോ എന്നറിയത്തില്ല, ഉണ്ടെന്ന് പറഞ്ഞു.
സ്വാർത്ഥതയിൽ നിന്ന് ശൂന്യവൽക്കരണത്തിലേക്ക്. സ്വാർത്ഥതയിൽ നിന്ന് ശൂന്യവൽക്കരണത്തിലേക്ക്. ഒരിക്കലൊരു ചേട്ടന്, ഞാനത് കൃപാലയത്തിലായിരിക്കുന്ന സമയത്താണ്, അപ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞു, അപ്പമാകാത്ത അപ്പനാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാ കാര്യങ്ങളും. അതാണ് മനസ്സിലായി. ആ മനസ്സിലായതിനെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും അപ്പമാകാത്ത അപ്പനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ സ്വാർത്ഥനായിരുന്നു. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി ശൂന്യവൽക്കരിച്ചിട്ടില്ല. ഇനി എനിക്ക് എന്നെ ശൂന്യവൽക്കരിക്കണം. ഞാൻ പണിയെടുക്കും, ഞാൻ വൈകിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് അടിച്ച് മിന്നി വീട്ടിൽ കയറി വരും. വീട്ടിൽ അരിയുണ്ടോ, ഭക്ഷണ സാധനങ്ങളുണ്ടോ, അതൊന്നും എൻ്റെ കാര്യമല്ല. അവൾ പോകും, ഭാര്യ പോകും ജോലി ചെയ്യാൻ. ആ പാവം ജോലി ചെയ്ത് കൊണ്ടുവരുന്നതിനോണ്ട് അത്യാവശ്യം ഭക്ഷണത്തിനുള്ളതൊക്കെ മേടിക്കും. എന്നോടെങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണമല്ല കൊടുക്കുന്നത്, വേറെ 2 കൊടുക്കുമെന്ന് പറഞ്ഞതിനോട്. അങ്ങനെ ആയിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ എനിക്കിനി മാറണം. വലത്തേറും ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ആമേൻ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാർത്ഥതയിൽ നിന്ന് ശൂന്യവൽക്കരണത്തിലേക്ക് വരുന്നതും അനൈക്യത്തിൽ നിന്ന്, ഭിന്നതയിൽ നിന്ന്, ശത്രുതയിൽ നിന്ന് രമ്യതയിലേക്ക് വരുന്നതും അടയാളമാണ്. എന്തിൻ്റെ അടയാളം? എന്തിൻ്റെ അടയാളമാ? ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നതിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മിൽ രൂപപ്പെടുന്നതിൽ സ്നേഹം വേണം. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിട്ടില്ലേ, സ്നേഹം എവിടെയുണ്ടോ അവിടെ. ബൈബിൾ വായിക്കണമെന്ന്, എന്നാലേ അത് പൂരിപ്പിക്കാൻ പറ്റുള്ളൂ. സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. ദൈവമാണ് സ്നേഹം, സ്നേഹമാണ് ദൈവം. അങ്ങനല്ലേ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്? ദൈവത്തിൻ്റെ പേരെന്താ? സ്നേഹമെന്നാ. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? അത് ദൈവമെന്നാ. വലത്തേറും ഉയർത്തി ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിനിൽ രൂപപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആരുമായിട്ട് ഞാൻ രമ്യതപ്പെടാൻ തയ്യാറല്ലെങ്കിൽ ക്രിസ്തു എന്നിൽ രൂപപ്പെടുമോ? ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാ. ഒരൊറ്റ മാർക്കേ എനിക്ക് പോയിട്ടുള്ളൂ. ഒരു ഒറ്റ ക്വസ്റ്റ്യൻ എനിക്ക് അറിയത്തില്ലാത്ത പോലായിരുന്നു. ചിലപ്പോൾ പിള്ളേർ പരീക്ഷ എഴുതിച്ചു വന്ന് അങ്ങനെ നമ്മളോട് പറയാറില്ലേ? ഇല്ലേ? ഇല്ല ജ്യോതി? മമ്മി 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിനകത്ത് 99 എനിക്ക് എഴുതാൻ പറ്റി. ഒറ്റ മാർക്കിൻ്റെ മാത്രമേ എനിക്ക് പോയിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മളിതുപോലെ ആത്മീയ ജീവിതം നയിക്കുമ്പോൾ നമ്മളെപ്പോഴും എഴുതാൻ കിട്ടാത്തതും പറയാൻ കിട്ടാത്തതും ഒക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, നീ എത്രത്തോളം മറ്റുള്ളവരോട് രമ്യതപ്പെടാനായിട്ട് തയ്യാറാകുന്നുണ്ടേ എന്നുള്ള ചോദ്യം. വലത്തേറും ഉയർത്തി ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ഓരോ സങ്കടങ്ങളും വേദനകളും ക്രിസ്തുവിൽ നിന്ന് വന്ന, ദൈവത്തിൽ നിന്ന് വന്ന ഒരു മംഗളവാർത്തയായിട്ട് നമ്മൾ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ രമ്യതപ്പെടൽ, ഈ ഐക്യം പ്രാപിക്കൽ, സ്നേഹത്തിലുള്ള വളർച്ച നമുക്ക് എന്തായി തീരും? വളരെ എളുപ്പമായി തീരും. ശരിയല്ലേ? അത് ആ വ്യക്തിയായി തന്നതായിട്ട് നമ്മൾ കാണുമ്പോഴല്ലേ, ഇത് ഈ വ്യക്തി പറഞ്ഞതായിട്ട് കേൾക്കുമ്പോഴല്ലേ, അത് ആ ആൾ പറഞ്ഞ കാര്യമായിട്ട് കേൾക്കുമ്പോഴല്ലേ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റാത്തത്, നമുക്ക് അവരത് മറക്കാൻ പറ്റാത്തത്, നമ്മൾ ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അല്ലേ? ഇനി മേലിൽ വേണ്ട, മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വേദനാകരമായ വാർത്തകളെ, സന്ദേശങ്ങളെ എവിടുന്നാണ് സ്വീകരിക്കേണ്ടത്? സ്വർഗത്തിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്. ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നമുക്കാരോടും മനസ്സിൽ വിദ്വേഷവും പകയും വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:30 ഒരു വചനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3:30 അതിലേക്ക് നമ്മൾ എത്തുക. ഇവിടം വരെ വരുമ്പോഴത്തേന് ആ വചനത്തിൻ്റെ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ എത്തുക. അതെന്താണെന്നറിയാമോ? അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. പറഞ്ഞേ, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. വലത്തേറും ഉയർത്തി പറഞ്ഞേ, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. വലത്തേറും ഉയർത്തി പറഞ്ഞേ, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം.
ആമേൻ, ആമേൻ. ഒന്ന് സ്തുതിക്കുക, രണ്ട് കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ചേ. കർത്താവേ, അഭിഷേകം തരണമേ. പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തു നമ്മളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെ ജീവിക്കുന്ന മനുഷ്യനെ പറയുന്നതാണ് ഡാഷ് ആത്മീയ മനുഷ്യൻ. അച്ഛൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ്. ആത്മീയ മനുഷ്യൻ. ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ, അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ്റെ പേരാണ് ആത്മീയ മനുഷ്യൻ. തിരുവചനത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:3 നമ്മളിങ്ങനെ വായിക്കുക. ഇത് കേട്ട് 2:1 ഞാൻ ആദ്യം വായിക്കാം. 2:1 അതിപ്രകാരമാണ്: ഹെറോദസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. കേട്ടോ കേട്ടോ കേട്ടൊരു കൈവക്കിക്ക്. കേട്ടു. ഒന്നോടെ സിസ്റ്റർ വായിക്കാം. എന്താ സംഭവം? ഹെറോദസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ ആര് ജനിച്ചു? യേശു ജനിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? യേശുവിൻ്റെ ജന്മവാർത്ത ആരറിഞ്ഞു? പൗരസ്ത്യ ദേശത്തെ ജ്ഞാനികൾ അറിഞ്ഞു. അവരെന്ത് ചെയ്തു? അവരിത് കേട്ടപാടെ അവരെങ്ങോട്ടെത്തി? ജെറുസലേമിലേക്ക് എത്തി. അതാണ് 2:1. ഇനി ഇത് കേട്ട് ജ്ഞാനികൾ വന്ന്, പൗരസ്ത്യ ദേശത്ത് ജ്ഞാനികൾ വന്ന് യേശു ഇങ്ങനെ ജനിച്ചിട്ടുണ്ടോ, ഇത് സത്യമാണോ എന്നൊക്കെ അന്വേഷിച്ചത് എവിടെയാ? ഇത് കേട്ട് ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറുസലേം മുഴുവനും. കണ്ടോ, ഒരേ വാർത്ത 2 പേര് കേൾക്കുക. വാർത്ത എന്താ? ഈശോ ജനിച്ചു എന്നുള്ളതാണ്. ഈശോ ജനിച്ചു എന്നുള്ളതാണ്. അത് കേട്ടപാടെ 1 മിനിറ്റ് നിൽക്കാതെ പെട്ടെന്ന് തന്നെ പൂജരാജാക്കന്മാർ അവരവരുടെ കാഴ്ചകളൊക്കെ എടുത്ത് ഈശോയെ തേടിയിറങ്ങി ഈശോയുടെ അടുത്ത് വന്ന് ഈശോയുടെ പാദത്തെങ്കിൽ മീറയും കുന്തിരിക്കും പൊന്നും ഒക്കെ സമർപ്പിച്ച്, അവരെ തന്നെ സമർപ്പിച്ച് ഈശോയെ കണ്ടുമുട്ടി ഈശോയെ അനുഭവിച്ച് അവർ തിരിച്ചു പോകുകയാണ്. എന്നാൽ അതേ വാർത്ത തന്നെയാണ് ആര് കേട്ടത്? ഹെറോദോസ്. ഹെറോദോസ് എന്താ ചെയ്തത്? ഹെറോദോസ് അസ്വസ്ഥനായി. എന്താ ഈ അസ്വസ്ഥതയ്ക്ക് കാരണം ഏതാണെന്ന് നമുക്കറിയാം. ഇസ്രായേലിനെ ഭരിക്കാനുള്ള രാജാവ് അല്ലേ ജനിച്ചിരിക്കുന്നത്? ഇസ്രായേലിനെ ഭരിക്കാനുള്ള, ജനത്തെ ഭരിക്കാനുള്ള രാജാവാണ് ജനിച്ചിരിക്കുന്നത്. അപ്പം വേറൊരു രാജാവ് വന്നാൽ എന്ത് സംഭവിക്കും? തൻ്റെ രാജ്യത്തൊക്കെ ചിലപ്പം പോകും. അതുകൊണ്ട് ഹെറോദോസ് ഇത് കേട്ടപ്പോൾ ഈശോയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞില്ലേ ക്രിസ്തു നമ്മിൽ രൂപപ്പെടുമ്പോൾ നമ്മളൊരു ആത്മീയ മനുഷ്യരായി മാറുന്നെന്ന്. അപ്പം ഈ ആത്മീയ മനുഷ്യരായി മാറുമ്പോൾ അതിൻ്റെ മറ്റൊരടയാളമാണ് മനുഷ്യനിൽ നന്മ കാണാൻ പറ്റുക എന്നുള്ളത്, മറ്റുള്ളവരിൽ നന്മ കാണാൻ പറ്റുക എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഈ ഒന്നുകിൽ ഹെറോദോസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പൂജരാജാക്കന്മാരുടെ ഭാഗത്തു നിന്നും പ്രതികരിക്കുന്നവരാണ് ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ കാര്യങ്ങളോടും. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമുക്കില്ലാത്തൊരു നന്മ മറ്റുള്ളവർക്കുണ്ടാകുന്നത് നമ്മൾ കാണുമ്പോൾ, നമ്മളത് അറിയുമ്പോൾ, നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയാണോ ഉണ്ടാകുന്നത്? അതെയോ സന്തോഷമാണോ ഉണ്ടാകുന്നത്? ഇനി ഇതുപോലെ ഹെറോദോസ് ചെയ്തതുപോലെ മറ്റുള്ളവരുടെ നന്മയെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് ആ നന്മ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരുടെ നന്മയെ തട്ടിക്കളയാൻ, അവരുടെ നന്മയെ നശിപ്പിക്കാൻ, അവർക്ക് ആ നന്മ കിട്ടാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കുടില തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ച് മറ്റുള്ളവരെ ചതിക്കുന്ന, വഞ്ചിക്കുന്ന, നശിപ്പിക്കുന്ന, അവർക്ക് നന്മ ഉണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്ന ഒരു ദുഷ്ടഹൃദയത്തിൻ്റെ അല്ലെ ഒരു തിന്മയായിട്ടുള്ളൊരു ചിന്തയുടെ മനോഭാവങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണ്ടേ, തിരിച്ചറിയണ്ടേ. പ്രിയപ്പെട്ട എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നാണ്.
ദൈവത്തിൽ നിന്നാണ്. അത് തിരിച്ചറിയാനായിട്ട് ജ്ഞാനമുള്ളത് കൊണ്ടാണ് പൂജരാജാക്കന്മാർ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിഞ്ഞ പാടെ ഇത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശമായി സ്വീകരിച്ചുകൊണ്ട് യേശുവിലേക്ക് ഓടിയെത്തുക. എന്നാൽ ആ നന്മയായിട്ട് കാണാൻ പറ്റാതെ ഹേറോദോസ് എങ്ങനെയാണ് തനിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് മാറ്റിക്കളയേണ്ടത്, തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാറ്റിക്കളയേണ്ടത്, അത് ലോകത്തിൻ്റെ ഒരു അരൂപിയാണ്. ഒരു ലൗകിക മനുഷ്യൻ്റെ നിലപാടാണ്, പ്രവൃത്തികളാണ്. അല്ല, തീർമീർത്തി ഹല്ലേലൂയ, സ്വരമീർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ചില സാഹചര്യങ്ങളിലൊക്കെ ഈ ഹേറോദോസ് നമ്മളിലില്ലേ? ഉണ്ടെന്ന് തോന്നുന്നവരൊന്ന് കൈപ്പൊക്കിക്കേ. കണ്ടോ, നിങ്ങൾക്ക് നന്നായിട്ട് വചനം മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ പൂജരാജാക്കന്മാരും നമ്മുടെ ഉള്ളിലില്ലേ? ഉണ്ടോ? ഉണ്ട്. ഈ രണ്ടവസ്ഥയും നമ്മളിലുണ്ട്. അപ്പം നമ്മൾ വളരെ കരുതലെടുക്കണം. ആരാ നമ്മളിൽ വളരേണ്ടത്? ഹേറോദോസ് മനോഭാവമാണോ വളരേണ്ടത്? പൂജരാജാക്കന്മാരുടെ മനോഭാവമാണോ നമ്മളിൽ വളരേണ്ടത്? യേശുവിനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ എനിക്കൊരിക്കലും ഹേറോദോസിൻ്റെ നിലപാട് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അല്ല, തീരമീർത്തി ക്രിസ്തുവിനിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതിനുവേണ്ടി വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കൊരിക്കലും എൻ്റെ ഉള്ളിൽ ഒരു ഹേറോദോസിനെ കൊണ്ടു നടക്കാനായിട്ട് പറ്റത്തില്ല. എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നന്മ വരട്ടെ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കെന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എന്തു വരട്ടെ? നന്മ വരട്ടെ. ലോകത്തിന് നന്മ വരട്ടെ, മറ്റുള്ളവർക്ക് നന്മ വരട്ടെ. ഹല്ലേലൂയ. ഇനി പ്രിയപ്പെട്ടവരെ, ഈ കുമ്പസാരത്തിനൊക്കെ നമ്മൾ അണയുന്ന ദിവസങ്ങളാണല്ലോ. ഏതെങ്കിലും കാരണത്താൽ ഒരു ഹേറോദോസ് മനോഭാവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റായ തീരുമാനമെടുത്ത് ആരെയെങ്കിലുമൊക്കെ ചതിക്കുഴിയിൽ വീഴ്ത്തി അവരെയൊക്കെ നശിപ്പിക്കാൻ നോക്കിയ സംഭവങ്ങളോ അനുഭവങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നീക്കങ്ങളോ ചെറിയൊരു നിലപാടോ ചെറിയൊരു വാക്കുപോലുമോ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? അതാണ് കുമ്പസാരിക്കേണ്ടത്. അതാണ് പറഞ്ഞ് കുമ്പസാരിക്കേണ്ടത്. അതിന് നമ്മളിൽ നിന്ന് നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇവിടെ വലിയൊരു സന്ദേശം വേറെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്തെന്നറിയാവോ? ഈ ഹേറോദേസിൻ്റെ ചതിക്കുഴിയിൽ നിന്ന് അവനെ കൊല്ലാൻ, രക്ഷകനായി പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശയെ കൊല്ലാൻ തീരുമാനമെടുത്തിരിക്കുന്ന ഹേറോദോസിൻ്റെ ആ ചതിക്കുഴിയിൽ നിന്ന് ഉണ്ണീശോയെ എങ്ങനെയാ മാതാപിതാക്കൾ രക്ഷപ്പെടുത്തിയത്? ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയേ. നമ്മുടെയൊക്കെ മക്കൾ ഒരുപാട് ചതിക്കുഴികളിൽ പോയി വീണിട്ട് അത് ഓർത്ത് നെടുവീർപ്പെടുന്നവരല്ലേ നമ്മൾ, അല്ലേ? അതെ. നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിലൊക്കെ ഇതുപോലെ ഒരുപാട് മറ്റുള്ളവരുടെ ചതിക്കുഴികൾ, മറ്റുള്ളവരുടെ ചതിപ്രയോഗങ്ങൾ ഏറ്റെടുക്കുന്നില്ലേ? നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ തലമുറകളൊക്കെ അതിൻ്റെ പരിണതഫലം അനുഭവിച്ചു തുടങ്ങിയിരിക്കുമല്ലേ? അപ്പോൾ ഇതിനെന്താ ഒരു പ്രതിവിധി? ഇതിനൊരൊറ്റ പ്രതിവിധിയേ ഉള്ളൂ. യൗസേപ്പിതാവും മാതാവും ഉണ്ണീശോയെ ഹേറോദേസിൻ്റെ കരങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷിച്ചു? ആമേൻ, ആമേൻ. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ പറ, ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറ. ഇന്ന് തിന്മ ഇതുപോലെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തെ, തിരുക്കുടുംബം യേശുപിതാവിനെയും മാതാവിനെയും വിശ്വസിച്ച് പിതാവായ ദൈവം തൻ്റെ ഓമന പുത്രനെ അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. പിറന്നു വീണ് 2-3 ദിവസങ്ങൾക്കുള്ളിൽ വധഭീഷണി പോലും ഈശോയ്ക്ക് നേരിടേണ്ടി വരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് യൗസേപ്പിതാവും മാതാവും ഉണ്ണീശോയെ ഈ ഹേറോദേസിൻ്റെ ചതിപ്രയോഗത്തിൽ നിന്ന്, ചതിക്കുഴിയിൽ നിന്ന് രക്ഷിച്ചത്? അതാ എനിക്ക് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയാനുള്ളത്. എങ്ങനെയാണ്? ഈ അപ്പനും അമ്മയും, ഉണ്ണീശോയുടെ അപ്പനും അമ്മയും മാതാവ് യൗസേപ്പിതാവും ഭയങ്കരമായ ജാഗ്രതയുള്ള മനുഷ്യരായിരുന്നു, ശ്രദ്ധയുള്ള മനുഷ്യരായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നോക്കിയിരുന്ന മനുഷ്യരായിരുന്നു, സ്വർഗത്തിൻ്റെ സ്വരം കേട്ട് മുന്നോട്ട് പോയ മനുഷ്യരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് ചതിക്കുഴിയെക്കുറിച്ചും ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം. നിങ്ങളും ചതിക്കുഴിയിൽ പെട്ട് കിടക്കുവാണെങ്കിൽ മക്കളെ രക്ഷിക്കാൻ പറ്റുമോ? പറ്റിയല്ല. അതുകൊണ്ട് ഇന്നത്തെ തലമുറയുടെ
തെറ്റായ പ്രേമബന്ധങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, അങ്ങനെ തുടങ്ങിയ എല്ലാ ചതിക്കുഴികളിൽ നിന്നും മക്കളെ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. യേശുപിതാവും മാതാവും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സൂത്രം അതാണ്. നമുക്ക് പറഞ്ഞു തരുന്ന സൂത്രം ഇതാണ്. കാതോർത്തിരിക്കണം, കാതോർത്തിരിക്കണം, എപ്പോഴും ശ്രദ്ധയോടെ ആയിരിക്കണം. എന്താണ് ദൈവത്തിന് പറയാനുള്ളത്? എന്താണ് അരുളപ്പാടുകൾ കിട്ടാൻ പോകുന്നത്? ഇപ്പോൾ ദൈവം എന്തെങ്കിലും അരുളപ്പാട് എനിക്ക് നൽകാൻ പോകുന്നുണ്ടോ? യേശുപിതാവ് ഓരോ തീരുമാനം എടുത്തുകൊണ്ടിരുന്നത് എങ്ങനെയാ അല്ലേ? ഇടിപിടിയെന്നാണ്. ഈ കുഞ്ഞിനെയും 2-3 ദിവസമായ കുഞ്ഞിനെയും ഭാര്യയും കൂട്ടിക്കൊണ്ട് ഓടുക അല്ലേ? പൊക്കോളാൻ പറഞ്ഞു, പോവുക. പിന്നെ അവിടെ ഒരു കാത്തുനിൽപ്പില്ല. എത്രയോ കിലോമീറ്ററുകൾ അകലേക്കാണ് ഈ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെയുള്ള ആ സ്ത്രീയെയും കൂട്ടി ഈ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് അന്യദേശത്തേക്ക്, ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഓടുന്നത്. വലിയ സഹനം, വലിയ സഹനം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഹൃദയത്തിൽ ദൈവത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട്, പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിച്ച് മുന്നോട്ട് നീങ്ങുന്നവർക്ക് മാത്രമേ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും മക്കളുടെ മേലും വരുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. വലത്തേരമേർത്തി ആമേൻ, സ്വരമേർത്തി ആമേൻ. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി കാതോർക്കണം. അങ്ങനെ കാതോർത്ത് മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ഉത്തരം കിട്ടും. എവിടെ നിന്ന് ഉത്തരം കിട്ടും? എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എതിലേ പോകണം, എങ്ങോട്ട് പോകരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം നമുക്ക് എവിടെ നിന്ന് കിട്ടും? എവിടെ നിന്ന് കിട്ടും? ഉന്നതത്തിൽ നിന്ന് കിട്ടും. ഇതുണ്ടോ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:13 എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ. ആര് പറയുന്നോടം വരെയാ? സ്വർഗത്തിൽ നിന്ന് അടുത്ത അരുളപ്പാടുണ്ടാകുന്നത് വരെ, അടുത്ത സന്ദേശം കിട്ടുന്നത് വരെ എന്ത് ചെയ്യണം? അവിടെ താമസിച്ചോളണം. ആമേൻ. ഹെറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. നമുക്കറിയാലോ അത്. ഈ ശിശുവിനെ, ഉണ്ണീശോയെ വധിക്കാൻ വേണ്ടിയിട്ട് എത്രയോ കുഞ്ഞുങ്ങളെ വധിക്കേണ്ടിയായിട്ട് വന്നു. ഉണ്ടോ? അനേകം കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടു. അപ്പം അങ്ങനെയുള്ള ചതിക്കുഴികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. ദൈവപുത്രനെ കരങ്ങളിൽ ചേർത്ത് പിടിച്ച് ജീവിതയാത്രയെ ആരംഭിക്കുക അല്ലേ? അങ്ങനെ ജീവിതയാത്രയെ ആരംഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കും യേശുപിതാവിനും ദൈവം തന്നെ കയ്യിലിരുന്നിട്ട്, ദൈവം തന്നെ നെഞ്ചോട് ചേർന്നിരുന്നിട്ട് ഈ ദൈവത്തെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് യാത്രയെ ആരംഭിച്ചിട്ട് അവിടെ എല്ലാം സുഖമായിരുന്നോ? അവിടെ എല്ലാം സന്തോഷമായിരുന്നോ? അവിടെ എല്ലാം സമൃദ്ധിയായിരുന്നോ? അല്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടൊത്തുള്ള യാത്രയിൽ ക്ലേശങ്ങളും വേദനകളും പ്രശ്നങ്ങളും ഇല്ലായ്മകളും വരുമ്പോൾ നമ്മൾ അതിനെ വിലയിരുത്തുന്നത് ദൈവമില്ലാത്തതിൻ്റെ അടയാളമായിട്ടാണ്. ദൈവമില്ല, ദൈവം കൂടെയില്ല, ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിക്കരുത്. ദൈവം കൂടെ ഉള്ളതിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നത്തെ നമ്മുടെ കടബാധ്യതകളും, ഇന്നത്തെ നമ്മുടെ മക്കളുടെ ജോലി നഷ്ടപ്പെടുന്നതും, മക്കളുടെ വിവാഹം നടക്കാത്തത്, ഇതെല്ലാം ആവശ്യമാണ്. ആമേൻ. എന്തിനാണ്? ഇതെല്ലാം ആവശ്യമാണ്. ഇതിലൂടെയെല്ലാം കടന്നു പോകാൻ ദൈവം അനുവദിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ക്രിസ്തുവിൻ്റെ ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തെ അല്ല നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. പിന്നെ എന്താണ്? ക്രിസ്തുവിൻ്റെ 2ാം വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തെയാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടരുത്. പിശാച് പറയും, നീ ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഇതൊന്നും ആകുന്നില്ലല്ലോ, ശരിയാകുന്നില്ലല്ലോ, ശരിയായിട്ടില്ലല്ലോ എന്ന് പറയും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടിയിട്ടല്ല. അവസാനം വരെ ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എനിക്ക് നടക്കണം. ഈ നെഞ്ചോട് ആരെ ചേർത്ത് പിടിച്ച് നടക്കണം? ദൈവപുത്രനെ ചേർത്ത് പിടിച്ച് നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വലത്തേരുമുയർത്തി ആമേൻ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുപിതാവിനും മറിയത്തിനും ഉണ്ണീശോയ്ക്കും യൂദയായിലെ ബെത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്കും അവിടെ നിന്ന് ഇസ്രായേൽ ദേശത്തേക്കുള്ള പുറപ്പാട്, ആ നസ്രത്തിലെ ജീവിതമൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളുടെ, വേദനകളുടെ ഒക്കെ ജീവിതമായിരുന്നു.
തകർന്നു പോകാതെ അവർ മുന്നോട്ട് പോയി. വലത്തേറും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഈശോയെ നെഞ്ചോട് ചേർത്ത് വെച്ച് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ലോകം നമ്മളെ നോക്കി പറയും. എന്തു പറയും? ഈ ഓട്ടമെല്ലാം ഓടിയിട്ടും ഒന്നും ആയില്ലല്ലോ, അല്ലേ? പലരും പറയാറില്ലേ, എങ്ങോട്ടെല്ലാം ഓടുന്നേ? സാന്ത്വ ഭവനിലേക്ക് ഓടുന്നു, പിന്നെ എങ്ങോട്ടാണ് ഓടുന്നത്? അങ്ങനെ നമ്മൾ പിന്നെ ആവിലായിലേക്ക് ഓടുന്നു, പിന്നെ എങ്ങോട്ടാണ് ഓടുന്നത്? വിളക്കന്നൂരിലേക്ക് ഓടുന്നു, പിന്നെ എങ്ങോട്ടാണ് ഓടുന്നത്? കൃപാസനത്തിലേക്ക് ഓടുന്നു. ഇവനൊക്കെ വെല്ലത്തിൻ്റെ സൂക്കേടുണ്ടോ? ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ നമ്മളെ പുച്ഛിക്കും. പക്ഷേ ഈ കർത്താവ് നെഞ്ചിൽ കയറി അന്ന് മുതൽ ഈ തമ്പുരാനെ ദൈവപുത്രനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഓടുന്ന ഓട്ടം, ഈ ഓട്ടം കണ്ട് നമ്മളോട് പറയുന്ന ഒരു വചനമുണ്ട്, സ്വർഗം പറയുന്ന ഒരു വചനമുണ്ട്. എന്താണെന്നറിയാവോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചു നോക്ക്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഒരു സമ്പന്നനും ഇങ്ങനെയുള്ള വേദികളിൽ വരാറില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പാവപ്പെട്ടവര്, ദരിദ്രര്, സങ്കടമുള്ളവര്, വേദനയുള്ളവര്, നെഞ്ചിൽ ക്രിസ്തുവിനെ കിട്ടിയിരിക്കുന്നവര് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓടുക. അതുകൊണ്ടാണ് പറയുന്നത്, വചനം പറയുന്നത്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. നമുക്ക് ദൈവമേ ഉള്ളൂ എന്നറിയാം പ്രിയപ്പെട്ടവരെ. പാവപ്പെട്ടവരായ നമുക്കറിയാം നമുക്കാരേ ഉള്ളൂ? നമുക്ക് ദൈവമേ ഉള്ളൂ. റബ്ബറൊന്നുമില്ല, അല്ലേ? എല്ലാം നമുക്ക് തമ്പുരാൻ ഓരോന്നോരോന്ന് മനസ്സിലാക്കി തരുക. ഭൂമിയുണ്ട്, ഇന്ന് ഭൂമി ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ഒന്നുമില്ല എനിക്ക് കെട്ടിപ്പിടിക്കാൻ, റബ്ബർ മരങ്ങളില്ല, ഒന്നുമില്ല എനിക്ക് കെട്ടിപ്പിടിക്കാൻ. ഒന്നേ ഉള്ളൂ. എന്താണത്? അതെൻ്റെ ദൈവമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിലപിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഗണിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്വർഗം ഭാഗ്യവാന്മാരെ അല്ലെ ഭാഗ്യവതികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാ? വചനത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ സ്വർഗം ഭാഗ്യവാൻ എന്ന്, ഭാഗ്യവതികൾ എന്ന് പറയുന്നത് ആരെയാ? 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 എന്താ നിങ്ങളുടെ പേര് പറയാത്തെ? അല്ലേ? നെഞ്ചെ കൈവച്ചിട്ട് എന്താ പറയേണ്ടത്? അതെന്നെയാ എന്ന് പറയാൻ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയ്ക്ക് പിശാച് കൊണ്ടുവന്നിട്ട് ഒരു ചിന്ത തരും. ലോകത്തിന് മുൻപിൽ ഭാഗ്യവാനാകണ്ടേ, ലോകത്തിൻ്റെ മുമ്പിൽ ഭാഗ്യവതിയാകണ്ടേ? അവിടെയാണ് നമ്മളെ ഇട്ട് കറക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പറ്റിയല്ലെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? അപ്പം സാത്താൻ പറഞ്ഞു തരുന്നത് അങ്ങ് തള്ളിക്കളഞ്ഞേക്കണം. എല്ലാവർക്കും നീ നോക്കി, നിൻ്റെ അയൽവക്കത്തോട്ട് നോക്കി, എല്ലാവർക്കും എന്നാ മൂടിയായിട്ടുള്ള വീടുകളാണ്, കാറുകളാണ്. നിനക്കിത് വല്ലതും ഉണ്ടോ? അവരൊക്കെ എങ്ങോട്ട് ഓടിയിട്ടാ ഇതൊക്കെ ഉണ്ടായത്, അല്ലേ? അവരൊന്നും ഒരിടത്തും പോകാതെ തന്നെ എത്ര ലക്ഷങ്ങളുടെ കാറാ വീടിൻ്റെ മുറ്റത്ത്, എത്രയോ വലിയ കൊട്ടാരങ്ങളാ. എന്നിട്ട് നിനക്കിത് വല്ലതും ഉണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മളോട് പറയുന്നത് ആരാ? സാത്താനാ. ഈ രണ്ട് സ്വരവും തിരിച്ചറിയണേ. സ്വർഗത്തിൻ്റെ സ്വരവും നരകത്തിൻ്റെ സ്വരവും തിരിച്ചറിയണം. പലതേരും ഉയർത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് തന്ന വചനത്തെ ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ട് നമ്മൾ, പ്രിയപ്പെട്ടവരെ, വചനം നമ്മൾ തിന്നുമായിരുന്നു എന്ന് പറഞ്ഞ വചനം നമ്മൾ തിന്നുമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. വയറ് നിറഞ്ഞവരൊന്ന് കൈവക്കിക്ക്, വയറ് നിറച്ച് തിന്നവർ. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ.